അട്ടപ്പാടി പുളിയപ്പതിയിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയ പുലിയെ ആക്രമിച്ചത് കടുവയെന്ന് വനംവകുപ്പ്. കടുവ കടിച്ചതിനെ തുടർന്നാണ് പുലിയുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റത്. ധോണിയിൽ ചികിത്സയിലുള്ള പുലിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. വിശദാംശങ്ങളില്ലെങ്കിൽ എസ് കെ ഒരാഴ്ച മുൻപാണ് പുളിയപ്പതിയിൽ നിന്ന് അവശ്യ നിലയിൽ ഈ പുലിയെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു വനത്തിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ, വന്യമൃഗങ്ങളുടെ തന്നെ ആക്രമണത്തിൽ പരിക്കേറ്റതായിരിക്കാമെന്നായിരുന്നു അന്നത്തെ വനവകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം വിശദമായി പരിശോധിക്കുകയും അതിൽ നിന്നാണ് കടുവയുടെ ആക്രമണത്തിലാണ് ഈ പുലിക്ക് പരിക്കേറ്റത്, മാരകമായി പരിക്കേറ്റത് എന്ന് മനസ്സിലാകുന്നത്. പുലിയുടെ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് സൈലന്റ് വാലിയിലേക്കോ മറ്റൊന്നും തന്നെ മാറ്റി ഇതിന് മതിയായിട്ടുള്ള ചികിത്സ നൽകാൻ സാധിച്ചിരുന്നില്ല. അല്പം ഒന്ന് ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ധോണിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇപ്പോൾ അവിടെ വെച്ച് ഈ പുലിക്ക് വിദഗ്ധ ചികിത്സ നൽകിപ്പോരുന്നത്. ഈ മരുന്നുകളോട് പൂർണ്ണമായി പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും ഈ പുലിയുടെ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. അവശ്യ നിലയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഏതാണ്ട് 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയാണ് ഇത് വളരെ അവശനായ നിലയിൽ ഒരു വയലിന് സമീപത്ത് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വനവകുപ്പ് ഈ പുലിയെ പിടികൂടി അവരുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. നേരത്തെ നമുക്കറിയാം കൊല്ലങ്കോട് സമാനമായ രീതിയിൽ ഒരു പുലി ജനവാസ മേഖലയിൽ എത്തുകയും അതിന് മയക്കുവെടി വെച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തതിനിടെ അത് ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ തവണ അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകരുതലോട് കൂടിയുള്ള നടപടികളാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു പോരുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.